ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. 10 കൂടി സമയം പോവാറായി. ഏഴരയായി. ഇരിക്കണ്ടേ? രാവിലെ നമുക്ക് അമ്പലത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അതിന് സമയമായി. നമുക്ക് എന്താ ഫുഡ് കഴിക്കണം, കേക്കൊക്കെ മേടിക്കണ്ടേ? കേക്ക് മേടിച്ചണം. കുളിച്ച് ഫ്രഷാവാം. കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാം. എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും വരുന്നത്. കുറെ പേര് ഞങ്ങളുടെ സുഖാണോ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ തിരക്കിയിരുന്നു. ഞങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും, അതുപോലെ ഞങ്ങൾ ഓർത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താ വീഡിയോ? മാർച്ച് 12 നികേഷന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നേരത്തെ വിഷ് ചെയ്താണ്, എന്നാലും ഒന്നുകൂടി ഇരിക്കട്ടെ. അങ്ങനെ വീണ്ടും എൻ്റെ ഒരു ജന്മദിനം വന്നിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, മാർച്ച് 12 എൻ്റെ പിറന്നാള്. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഇന്ന് രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നെനിക്ക് ജോലിയുള്ള ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം സെറ്റ് ആക്കണം അല്ലേ? അതെ, ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം. എല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണല്ലോ. അപ്പൊ ചെറിയ രീതിയില് ഇപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളും ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ആദ്യം അമ്പലത്തിലേക്കാണ് പോണത്, പാട്ടുപുരയ്ക്കൽ അമ്പലത്തിലേക്ക്. അപ്പോ അവിടെ പോയി പ്രാർത്ഥിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് എല്ലാം പോണ വഴിക്ക് കാണാം. വിശേഷങ്ങൾ, ബാക്കിയുള്ള വിശേഷങ്ങളും ഇടയിൽ പറയാം. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചു ഇല്ല നികേഷ് ചേട്ടാ? അതെ, അമ്പലത്തിൽ കയറി നന്നായി പ്രാർത്ഥിച്ചു. പതിവ് പോലെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഓർത്തു ഈ സമയത്ത്. ഇനി നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ പോവാം. ഇവിടെ പിന്നെ ഉത്സവം കേട്ടോ ഈ മാസം 30-ാം തീയതി. അപ്പൊ നമ്മള് അതിനും പറ്റിയ വന്നല്ലേ? നോക്കാം, പറ്റുമോ നോക്കാം വരാൻ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറന്റിലേക്ക് വിടാം. അവിടെ അതാണ് പ്രധാനം. ആ സമയം കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങൾ അളകാപുരി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ രണ്ടാളും മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രധാനം ആദ്യം തന്നെ കയറി പോകുന്ന അമ്പലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകാനം. എനിക്ക് ഫുഡ് പ്രധാനം തന്നെയാണ്. എനിക്ക്
ആ സമയത്തിന് ഭക്ഷണം കഴിക്കണം, അതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഫേവറേറ്റാണ് ഞങ്ങൾക്ക്. ബിരിയാണി, മസാല ദോശ ഒക്കെ അല്ലേ, രണ്ടാൾക്കും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മസാല ദോശ വന്നിട്ടുണ്ട്, കഴിക്കാൻ പോവാണ്. അതെ, കഴിക്കാൻ പോവാണ്. അങ്ങനെ അളകാപുരി കയറി ചായ കുടിച്ച് പുറത്തിറങ്ങി. ഇനി ഉച്ചക്ക് ഇങ്ങോട്ട് വീണ്ടും വരണ്ടേ? ഇനി നമുക്ക് ഉച്ചക്ക് ഫുഡ് മേടിക്കാൻ വരണം. പിന്നെ ഇവിടെ പായസമൊക്കെ ഉണ്ട്, അപ്പൊ അതും മേടിക്കാം. ഇന്ന് ഉച്ചക്ക് നമുക്ക് ബിരിയാണി മേടിക്കാം. അതെ, ബിരിയാണി തിന്നാം. അതെ, ബിരിയാണി സൂപ്പറാ. അതെ, ബർത്ത്ഡേ സ്പെഷ്യൽ ആയിക്കോട്ടെ. അപ്പൊ ഇനി കേക്ക് മേടിക്കാൻ പോവല്ലേ? അതുപോലെ നമ്മള് കാക്കനാടിലെ ഓമൈ കേക്കിലാണ് ബർത്ത്ഡേയുടെ കേക്ക് മേടിക്കാൻ വന്നേക്കുന്നത്. ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവരത് പേരും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ, കേക്ക് മറ്റേന്താ സാന്റാ ബാർബറയോ, അതാണ് നമ്മള് സ്ഥിരം അത് ഓർഡർ ചെയ്തിട്ട് പേര് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ചൂട്. അപ്പോൾ ഇവരുടെ ഫാന് ഓൺ ആവണില്ല. അപ്പോൾ ഫാൻ ഇടാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഫാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമ്മൾ തന്നെ കടയില്ലേ, എല്ലാവർക്കും അറിയാലോ, എല്ലാ ഫംഗ്ഷനും നമ്മൾ കേക്ക് കൊടുക്കുന്ന വേണ്ടിയിട്ട്. ഓമൈ കേക്ക് പ്രമോഷനൊന്നും അല്ല കേട്ടാ, നമുക്ക് നമ്മൾ സ്ഥിരം വരുന്നതായതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ കേക്ക് മേടിച്ചു കേട്ടോ. അപ്പൊ നീ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് മുറിക്കാം അല്ലേ? അതെ, ഈ വീട്ടിൽ പോയിട്ട് നമ്മൾ കേക്ക് മുറിക്കുകയാണ്. അതെ, അവിടെ ചെന്നിട്ട് കാണാം. നല്ല തിരക്കാണ്, നല്ല തിരക്കുമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ വേഗം വീട്ടിൽ പോവാ, അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ കേക്ക് മുറിക്കട്ടെ? കേക്ക് മുറിക്കുകയാണേ. സോനു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നികേഷ് ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നല്ലൊരു വർഷമാവട്ടെ. ഈ വർഷം നല്ല, എല്ലാ വർഷവും നല്ല ഇതാവട്ടെ. താങ്ക് യു. അങ്ങനെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നീ കൊടുത്തേ. കഴിക്കട്ടോ, അത് ഫുള്ളുണ്ട്. എല്ലാരും കഴിക്കണം. കേക്ക് കിട്ടിയെന്ന് വിചാരിക്കും. എല്ലാരും കഴിച്ചില്ലേ? നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഇത് ഫുള്ളുണ്ട്. അതെ, ഇനിയിപ്പോ നമുക്കത് കേക്ക് നമ്മുടെ പരിചയക്കാരൊക്കെ അവിടെ ഉണ്ട്, അപ്പൊ അവർക്ക് കൊണ്ട് കൊടുക്കണ്ടേ? അതെ, നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് അപ്പുറത്ത്. അപ്പൊ അവർക്കൊക്കെ നമ്മളത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എന്തായാലും എല്ലാ വീഡിയോയിലും ഞാൻ കുറേ സംസാരിക്കുന്ന ആളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം സംസാരിച്ചിട്ടില്ല. ഒരു 2 വാക്ക് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ, ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ പറയണം. ഇതുവരെയുള്ള എൻ്റെ ലൈഫ് എടുക്കുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുള്ള ലൈഫാണ് എൻ്റെ. കുറേ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലേറെ പരാജയങ്ങളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നേരിട്ട് ഇതുവരെ വന്നു. അങ്ങനെ റിഗ്രറ്റ്സ് ഒന്നുമില്ല, കാരണം എല്ലാം എൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. വിജയങ്ങളായാലും പരാജയങ്ങളായാലും ഒക്കെ ഞാൻ തന്നെ തീരുമാനിച്ച് വന്നിട്ടുള്ളതാണ് ഇതുവരെ ഉള്ളത്. ഈവൻ സോനുമായിട്ടുള്ള ലൈഫും ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് തീരുമാനം എടുത്തതായിരുന്നു. ഈ ഒരു സൊസൈറ്റിയും വീട്ടുകാരും ഒക്കെ തിരിഞ്ഞു നിന്നപ്പോഴും ഒന്നിക്കുക എന്ന തീരുമാനം ഞങ്ങളുടെ ആയിരുന്നു, എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ ആയിരുന്നു.
അപ്പോൾ അതൊക്കെ ശരിയായിരുന്നു. പക്ഷെ ജീവിതത്തിൽ പല പരാജയങ്ങളും എനിക്ക് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല പരാജയങ്ങളും ജീവിതത്തിൽ പല കാര്യങ്ങളിലും സംഭവിക്കാറുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, ഒരു സമയത്ത് ഇതുപോലെ ഒരു ആണും കൂടി ജീവിക്കുക, അത് തുറന്നു പറയുക എന്നൊന്നും പറയുന്നത് ഇപ്പോൾ 2002 ഞാൻ 10ലും 12ലും പഠിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ഞാൻ വിചാരിച്ചൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരുപാട് പേടിച്ചിരുന്നു. പക്ഷെ അത് നടത്തിയെടുക്കണം എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ ആ സമയത്തും ഉണ്ടായിരുന്നു. ആരും പുറത്തു വന്നിട്ടില്ല, ആരും വരുന്നില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു വന്ന് ഇതുവരെ എത്തി. ഒരുപാട് സന്തോഷം. അപ്പൊ അതില് എനിക്ക് കടപ്പാടുള്ളത്, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനും അമ്മയും, അവരോട് തീരാത്ത കടപ്പാടുണ്ട്. എനിക്ക് ജന്മം നൽകിയതിനും എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് എനിക്ക് എന്നെ ജീവിക്കാൻ അനുവദിച്ചതിലും, പിന്നെ സഹോദരങ്ങള്, അവർക്കും പ്രത്യേക നന്ദിയുണ്ട്. പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ബന്ധുക്കളുണ്ട് എന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത്, അവരോട് നന്ദി പറയണു. പിന്നെ സോനുവിന്റെ വീട്ടുകാരോട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ പ്രേക്ഷകരോട്, ഞങ്ങളെന്നും ചേർത്ത് നിർത്തിയാണ് നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ സോനുവിനോട് എൻ്റെ കുറവുകളും എൻ്റെ നല്ല വശങ്ങളും കുറവ് വശങ്ങളും എല്ലാം അറിഞ്ഞ് എന്നെ എന്നും കൂടെ ചേർത്ത് നിർത്തിയ സോനുവിന് ഒരുപാട് നന്ദി. ഒരുപാട് വർഷങ്ങൾ നമുക്കിങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റട്ടെ, അല്ലേ സോനു? അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ ഇതെന്റെ 41ാമത്തെ വർഷമാണ്. ഇനി എത്ര കാലം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. കാരണം പല അസുഖങ്ങളും, ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുത്ത് വന്നിട്ടുള്ള ജീവിതമായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പല അസുഖങ്ങളും എന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം ജീവിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും ഇതുവരെയുള്ള ലൈഫിൽ ഹാപ്പിയാ. ഇപ്പൊ ഈ ഒരു ഏജ് വരെ എത്താൻ പറ്റി എന്നുള്ളതിൽ ഹാപ്പിയാണ്. ഇനിയും എത്രത്തോളം കിട്ടുമോ അത്രത്തോളം സോനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഈ ഒരു 2 മിനിറ്റ് കൂടിയോ അറിയില്ല. എന്തായാലും ഇതാണ് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത എന്താ പരിപാടി? നമുക്ക് കേക്ക് മുറിച്ച് പരിചയക്കാരുണ്ടെന്ന് പറഞ്ഞു, അവർക്കൊക്കെ കൊടുക്കണം. അതിനുശേഷം എനിക്ക് 1:30 ജോലിക്ക് കയറണം. അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം അതിന് മുമ്പ് നമുക്ക് ഭക്ഷണമൊക്കെ മേടിക്കണം. ഇന്ന് സ്പെഷ്യലായിട്ട് ആദ്യം പറഞ്ഞ നികേഷായിട്ട് ഒരു ചിക്കൻ ബിരിയാണിയാണെന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ സദ്യ കഴിക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ സോനുവിനോട് പറഞ്ഞു ഒരു മാറ്റാവട്ടെ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സോനു പറഞ്ഞ അന്ന് സദ്യ ഒന്നും വേണ്ട, നമുക്ക് ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാം. എന്താ ആഗ്രഹം വെച്ചെങ്കിൽ അത് കഴിക്കാം. അപ്പൊ അതൊക്കെയാണ്. ഇത് കൊച്ചു വീഡിയോ ആയിരിക്കും കേട്ടോ, ഒരുപാട് ലെങ്ത് ഉള്ളതൊന്നുമില്ല. നമ്മുടെ ചെറിയ കൊച്ചു സന്തോഷങ്ങൾ ഇതിൽ കാണിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം മേടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളിപ്പോ കേക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. ഇനി നമുക്ക് ഭക്ഷണം മേടിക്കണം അല്ലേ? അതെ, ഇനി നമ്മൾ ബിരിയാണി മേടിക്കാൻ പോവാ. ഇന്ന് സോനു ഇന്നലെ നിന്നോട് ചോദിക്കായിരുന്നു, നികേഷേട്ടന് എന്താ വേണ്ടേ, ബിരിയാണിയോ വേണ്ടേ അതോ സദ്യ വേണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു സദ്യ അല്ലേ എല്ലാവരും പിറന്നാളിനെ കഴിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ബിരിയാണി കഴിക്കാനാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ സോനുവിനോട് പറഞ്ഞു ബിരിയാണി മതി, ചിക്കൻ ബിരിയാണി. അപ്പൊ ചിക്കൻ ബിരിയാണി മേടിക്കാൻ പോവാ ഞങ്ങള്. അതെ, നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അവിടെ അളകാപുരി ഹോട്ടലിൽ നിന്ന് തന്നെയാണ് മേടിക്കാറ്. നമ്മൾ ഇടയ്ക്ക് അവിടെ നിന്ന് മേടിക്കണല്ലേ, നല്ല ബിരിയാണി അവിടുത്തെ. സൂപ്പർ ബിരിയാണി. അപ്പൊ നമുക്ക് മേടിക്കാൻ പോവാ. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അളകാപുരി ഹോട്ടലിന്റെ ഇവിടെ തന്നെ പായസം വെക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ പായസം മേടിക്കാൻ വന്നാണ്. അങ്ങനെ എന്താ ബിരിയാണിയും കിട്ടി, പായസവും കിട്ടിയില്ലേ? ബിരിയാണി, പായസം എല്ലാം ഉണ്ട്. എല്ലാം വാങ്ങിയിട്ട് നമ്മള് ഫ്ലാറ്റിലോട്ട് പോവാണ്. ഇനി കഴിക്കുമ്പോ കാണാം അല്ലേ? ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് ബിരിയാണിയൊക്കെ മേടിച്ച് ഫ്ലാറ്റിലെത്തി. ഇപ്പൊ ഞങ്ങള് ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇതിങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ കൊട്ടി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
നല്ല മണവും വരുന്നുണ്ട്. നമ്മുടെ അളകാപുരിയിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നികേഷേട്ടനും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നാ കഴിക്കാം നമുക്ക്. ഞങ്ങൾ കഴിക്കട്ടെ ചിക്കൻ ബിരിയാണി. ഞങ്ങൾക്ക് പിന്നെ സമയമില്ല, എനിക്ക് ജോലിക്കും കയറാറായി, അതുകൊണ്ട്. അതെ. നല്ല ടേസ്റ്റാണ് അളകാപുരിയിലെ ബിരിയാണിക്ക്. എന്റെ മണവും ടേസ്റ്റും. ഉപ്പ സലാഡും അച്ചാറും എടുത്തോട്ടോ, അവിടെ ഇരിപ്പുണ്ട്. നീ കഴിക്കുന്നത്? ഞാൻ സഹായിച്ചോ. മതിയോ? അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ ഇനി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ സോനു ജോലിക്ക് കയറും, എനിക്ക് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ രാത്രിയാണ് ഞങ്ങൾ ചിലപ്പോ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. അത് പക്ഷെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുണ്ടാവില്ല അല്ലേ? ഇന്ന് എനിക്ക് ഓഫായിരുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കായിരുന്നു അല്ലേ? ഇതിപ്പോ സോനുവിന്റെ ഡ്യൂട്ടി കഴിയുമ്പോ തന്നെ നൈറ്റ് 9:30 ഒക്കെ ആവും, 10 o'clock ഒക്കെ ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഞങ്ങളിങ്ങനെ വണ്ടിയുമ്പോ ഒന്ന് കറങ്ങും. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇത് വീഡിയോ നമുക്ക് ഏകദേശം കഴിയാറായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എനിക്ക് ജന്മദിനാശംസകൾ ഇട്ട് തുടങ്ങിക്കോട്ടാ. ഞാൻ നോക്കും ആരൊക്കെ ഇട്ടുള്ളത്. നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇടാൻ പറ്റുമോന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇടാം, പെട്ടെന്ന് ഇടാൻ നോക്കാം. അതെ. അപ്പൊ എല്ലാവരും എന്നത്തെയും പോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളെപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ എല്ലാ ആഴ്ചയിലും വരണം എന്നൊക്കെ പറയുന്ന പോലെ ആഗ്രഹമുണ്ട്. നോക്കാം, നമ്മൾ ശ്രമിക്കാം. ആഴ്ചയിലൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും കുറെ പേര് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാ, നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ. ഞങ്ങളാണെങ്കിൽ വല്ലപ്പോഴും വരാറുള്ളൂ. ആഴ്ച പോയിട്ട് 2 മാസം കൂടുമ്പോൾ 2-3 മാസം കൂടുമ്പോഴൊക്കെ വരണത്. അപ്പൊ നോക്കാം, ശ്രമിക്കാം, പരമാവധി നോക്കാം ഞങ്ങള്. അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ.